എന്താ സംഭവം? അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? ബാക്കിയും കൂടെ പറ. എന്തുകൊണ്ട് ഫീമെയിൽ ലീഡ് ഇൻ ദ മൂവി അങ്ങനെ കൂടെ പറയട്ടാ. പറഞ്ഞു കൊടുക്കണേ. ഇത്ര ഇന്റർവ്യൂ ഇത്ര സിനിമക്കാരായിട്ട് ബന്ധമുണ്ടായിട്ടും ലീഡാന്ന് പറഞ്ഞ് പറ്റിച്ചത് ഇവള് വിശ്വസിച്ചു. വേറെ നായികമാരെ കൊണ്ട് ഇതിനകത്ത് ഈ ഞാൻ പറ്റിച്ചതാണ് ലീഡ് നീയാന്നും പറഞ്ഞിട്ട് ഇതിന്റെ ഈ പടത്തിന് ഒരു കോണ്ടസ്റ്റ് വെക്കുന്നുണ്ട് ബുക്മേഷോ. നിന്നെ കണ്ടുപിടിക്കുന്നവർക്ക് സമ്മാനമുണ്ട്. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാനത് ചോദിക്കരുതായിരുന്നു. ശരിക്കും ജീവ സത്യം പറ, ജീവയ്ക്ക് പൈസ തന്നായിരുന്നോ? ആർട്ടിസ്റ്റുകൾക്ക് തരും. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ നയൻതാരക്ക് ശേഷം കഥ പറഞ്ഞത് വീണയുണ്ട്. നീ വളർന്നതാണോ ഇവൻ നശിച്ചതാണോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പക്ഷെ എന്നോട് എന്നെ പറഞ്ഞെന്നറിയോ, കുഞ്ഞിരാമായണത്തിലെ റിമി ടോമി വരുന്ന പോലെ നിനക്ക് ഭയങ്കര ഗസ്റ്റ് റോൾ ആണെന്നാ പറഞ്ഞത്. അതായത് ആ പടം നടക്കുന്നതിന് തൊട്ട് മുമ്പ് വിനീതിനെ വിളിച്ചു, ചോദിച്ചു എങ്ങനെയാണ് റീമീനെ പറ്റിച്ചതെന്ന്. അതുപോലെ തന്നെയാണ് നിങ്ങളെയും പറ്റിക്കുന്നത്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അല്ല, പക്ഷെ ഒരു കാര്യം, നമ്മളിപ്പം ഇനി ഇത്രയും നേരം പറഞ്ഞൊക്കെ തമാശയാണെങ്കിലും ഞാൻ ഈ ഡബിങ്ങിന് പോയപ്പോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാൻ വീണ അഭിനയിച്ച സീനൊക്കെ കണ്ടു. അത് വളരെ ചെറുതാണ്. ഇവന്റെ ഇന്റർവ്യൂ വിറ്റ് മാത്രം MG റോഡിൽ 5 ഏക്കർ സ്ഥലം മേടിച്ചിട്ടുണ്ട്. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി.